الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഓർമ്മിപ്പിക്കുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കുവാനും ഈ ലോകത്തോട് വിട പറയുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സൂറ അൻകബൂത്ത്, വിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ അധ്യായം, അതിലെ ഏറ്റവും അവസാനത്തെ വചനം 69-ാമത്തെ വചനം, അതാണ് ഞാൻ ഓതി വെച്ചത്. വല്ലദീന ജാഹദൂ ഫീന, നമ്മുടെ മാർഗത്തിൽ ത്യാഗപരിശ്രമം നടത്തുന്നവർ അല്ലെങ്കിൽ ധർമ്മസമരം നടത്തുന്നവർ, ലനഹ്ദിയന്നഹും സുബുലന, തീർച്ചയായും അവരെ നാം നമ്മുടെ വഴികളിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ലമഅൽ മുഹ്സിനീൻ, സുകൃതം ചെയ്യുന്നവരുടെ ഒപ്പമാകുന്നു. ഇതാണ് ഈ ചെറുവചനത്തിന്റെ സാരം. പരിശുദ്ധ റമളാൻ സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യത്തെ 10 ദിവസം പിന്നിട്ടു. 11ാമത്തെ ദിവസത്തേക്കാണ് നാം ഇപ്പോൾ കടന്നിരിക്കുന്നത്. എത്ര വേഗമാണ് ഈ ദിവസങ്ങൾ പിന്നിട്ടത്! ഇതിലും വലിയ വേഗതയിൽ ബാക്കി ദിവസങ്ങൾ പിന്നിട്ടു പോകും. ഈ നല്ല നാളുകളിൽ നാം എന്ത് നേടി എന്നുള്ളത് ഒരാത്മപരിശോധന നന്നായിരിക്കും. പരിശുദ്ധ റമളാൻ നമ്മളെ മനസാ വാചാ കർമ്മണ എല്ലാ നന്മകളും സ്വാംശീകരിക്കാനും എല്ലാ തിന്മകളും ദൂരീകരിക്കാനും എന്നിട്ട് ഒരു നല്ല ജീവിതം നയിച്ച് ആ ജീവിതത്തിലൂടെ സ്വർഗം നേടാനും
നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള ദിനരാത്രങ്ങളാണ് റമദാനിലെ ഓരോ ദിവസം. നമ്മളുടെയൊക്കെ ജീവിതം കടിഞ്ഞാണില്ലാത്ത മൃഗങ്ങളെപ്പോലെ ദേഹേച്ഛകളും കൊണ്ട് അലഞ്ഞു തിരിയുകയാണ് നാം. ആ ദേഹേച്ഛകളെ കടിഞ്ഞാണിടുവാനും അതുപോലെ തന്നെ കൂച്ചുവിലങ്ങിട്ട് നിയന്ത്രിക്കാനും വേണ്ടിയിട്ടാണ് ഈ റമദാൻ എന്ന് നമുക്കറിയാം. ഇത് ഭക്തിയുടെ ഉത്സവകാലമാണ്, വിശ്വാസിയുടെ വിളവെടുപ്പ് കാലമാണ്. നാം ഇത്ര വേഗത്തിൽ റമദാൻ പിന്നിട്ടു പോകുമ്പോൾ നമ്മളുടെ ആയുസ്സും ഇതുപോലെ കുറഞ്ഞു പോകുന്നു എന്നുള്ള ഒരു ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്നത് നന്ന്. അതുപോലെ നമ്മുടെ ഖബറിലേക്കുള്ള, നമ്മുടെ സ്ഥിരതാമസത്തിന് നാം എത്തേണ്ട ഭവനത്തിലേക്കുള്ള നമ്മുടെ അടുപ്പം വർദ്ധിക്കുകയും കൂടുകയും ചെയ്യുന്നു എന്നും തിരിച്ചറിയുക. ആ നാളുകൾക്ക് വേണ്ടി പണിയെടുക്കുന്നവനും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവനും ആണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഞാനും നിങ്ങളും മറക്കാതിരിക്കുക. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ആരാണ് ബുദ്ധിമാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമൂഹത്തിലെ, സമുദായത്തിലെ ബുദ്ധിമാന്മാരെ നിർവചിക്കുന്നത് അങ്ങനെയാണ്. മൻ ദാന നഫ്സഹു, അള്ളാഹുവിന് വേണ്ടി തന്നെ സമർപ്പിച്ചവൻ, തന്റെ നഫ്സിനെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തിയവൻ. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞു. ആ ഗണത്തിൽ ഉൾപ്പെടാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ സൂചിപ്പിച്ചു നമ്മളുടെ നന്മകളെക്കുറിച്ച്. ഒരുപാട് നന്മകൾ ചെയ്യാൻ അവസരം ലഭിച്ച നാളുകളാണ് ഈ കഴിഞ്ഞുപോയത്. ഇനി വരാനിരിക്കുന്ന നാളുകൾ അതിനേക്കാൾ കൂടുതൽ നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള മാനസികാവസ്ഥയിലേക്കാണ് നാം എത്തേണ്ടത്. പരിശുദ്ധ റമദാൻ മാസം സമാഗതമായിട്ടും നമുക്ക് കരഗതമായിട്ടും വഴക്കും വക്കാണവും ഷണ്ഠകളും ബന്ധവിച്ഛേദങ്ങളും അസഭ്യവാക്കുകളും അരുതാത്ത പ്രവൃത്തികളുമാണ് ഈ നാളുകളിൽ നമ്മിൽ കഴിഞ്ഞു പോയിട്ടുള്ളത് എങ്കിൽ നാം വല്ലാതെ ഖേദിക്കേണ്ടി വരും പരലോകത്ത്. അങ്ങനെ ഖേദിക്കുന്ന അവസ്ഥയിൽ നിന്ന് നാം എവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില നോമ്പുകാരെ കുറിച്ച് പറഞ്ഞു. അവരുടെ നോമ്പിന് അവരുടെ ദാഹവും വിശപ്പുമല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില നോമ്പുകാരെ കുറിച്ച് പറഞ്ഞ നോമ്പിലാണോ എന്റെയും നിങ്ങളുടെയും നോമ്പ്? ആലോചിക്കുക ഞാനും നിങ്ങളും. ഈ പകൽ സമയം മുഴുവൻ അതികഠിനമായ ഈ ചൂടത്ത് ഒരിറ്റു വെള്ളം പോലും കുടിക്കാതെ കഠിനമായ ദാഹം ശമിച്ച് സഹിച്ച് നമ്മളിങ്ങനെ പോകുമ്പോൾ അത് വെറുതെ ആകുമോ? നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും സമീപനങ്ങൾ കൊണ്ടും എന്നുള്ള പരിശോധനയാണ് ഏറ്റവും കൂടുതൽ നമ്മിൽ നിന്നുണ്ടാകേണ്ടത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സൗമു ജുന്നത്തുൻ മാലം യഹ്രിഖ്ഹാ. നോമ്പ് ഒരു പരിചയാണ്, ഒരു കവചമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മാലം യഹ്രിഖ്ഹാ, ആ കവചത്തെ തകർക്കാതിരിക്കുമ്പോൾ. സഹാബത്ത് ചോദിച്ചു, എന്താണ് നോമ്പെന്ന പരിചയെ തകർത്ത് കളയുന്ന ആ സംഗതി? എന്താണ് നോമ്പിനെപ്പോലും ഒരു പരിചയം എന്തിനാണ്? സാധാരണ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ തടയാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടതിന് പോലും ഓട്ട ഉണ്ടാക്കുക, തകർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ര ഗൗരവമുള്ളത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അൽ കദിബു വൽ ഗൈബ, കളവ് പറയലും പരദൂഷണം പറയലുമാകുന്നു എന്ന്. റമളാനായപ്പോഴെങ്കിലും നമ്മൾ നിർത്തിയോ എന്നൊന്ന് ആലോചിച്ചു നോക്കുക. അതല്ല, ആരെങ്കിലുമൊക്കെ
നമ്മൾ ഒരല്പം കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം. ആ സൂക്ഷ്മത നമ്മൾ പുലർത്തിയിട്ടില്ലെങ്കിൽ റമദാൻ നമുക്ക് നഷ്ടപ്പെടും. ആ രൂപത്തിലുള്ള പലതുമാണ് അതിൽ വന്നും പോയും കൊണ്ടിരിക്കുന്നത്. നാം അറിയാതെ ചിലപ്പോൾ നമ്മളെക്കൊണ്ട്, നമ്മുടെ വിരലുകളെ കൊണ്ട് ഒരു കളവോ ഒരു പരദൂഷണമോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ നമ്മളുടെ നോമ്പിനെ അത് ബാധിക്കും. നമ്മൾ സാധാരണയായി നോമ്പാകുമ്പോൾ വീടുകളിലുള്ള വലിയ ടിവികളൊക്കെ പിന്നെ തൽക്കാലം കുറച്ച് സമയത്തേക്കൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കും. ഇപ്പൊ അതും അങ്ങനെ വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പോക്കറ്റിൽ തന്നെയുണ്ട് ഈ സാധനം, അല്ലെങ്കിൽ കൈകളിൽ തന്നെയുണ്ട്. പലപ്പോഴും പരിശുദ്ധ ഖുർആൻ ഓതേണ്ട സമയം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട സമയം, അവനോട് പാപമോചനം തേടേണ്ട സമയം, അവനോട് പശ്ചാത്തപിച്ച് മടങ്ങേണ്ട സമയം, അവന് വേണ്ടി തസ്ബീഹുകളും തഹ്ലീലുകളും ചെല്ലേണ്ട സമയം, ആ സമയമൊക്കെ നാം ഇതിൽ തന്നെയാണ് കഴിച്ചുകൂട്ടുന്നത് പലപ്പോഴും. അത് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. നമ്മൾക്ക് തിരുത്താൻ ഇപ്പോൾ കഴിയും. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നമുക്ക് തിരുത്താൻ കഴിയും. പ്രത്യേകിച്ച് നമ്മുടെ വളരുന്ന തലമുറ. രാത്രികാലങ്ങളിൽ പോലും എന്റെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യം, വളരെ വേദനയോടുകൂടിയാണ് ഞാനത് പറയുന്നത്. കാരണം ഇവിടെ അകത്ത് നമസ്കാരം നടക്കുമ്പോൾ ഖിയാമുൽ ലൈലിന് വേണ്ടിയാണ് ആ മക്കൾ വീടുകളിൽ നിന്നൊക്കെ സാധാരണയായി ഇവിടെ എത്തുക, അവരുടെ വീട്ടുകാർ പറഞ്ഞയക്കുക. പക്ഷെ അവർക്ക് ഖിയാമുൽ ലൈലിൽ വലിയ താല്പര്യവുമെന്നില്ല. 2-3 പേര് ചേർന്ന് ഏതെങ്കിലും ഒരു മൂലക്കിരുന്ന് മൊബൈലിലാണ് രാത്രി സമയത്ത് പോലും. നോമ്പ് പകല് പിടിച്ചിട്ടുണ്ടാവും. വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത്. രക്ഷകർത്താക്കൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. മുതിർന്നവർ അങ്ങനെയുള്ള കുട്ടികളോട് ഉണർത്താൻ മടിക്കരുത്. കാരണം അവർ നശിച്ചു പോകും, അവരുടെ നോമ്പ് വൃഥാവിലായി പോകും, വെറും പട്ടിണിയായി മാറും. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ സാധാരണയായി നമ്മൾ കാണുന്നുണ്ട്. ജാഗ്രത പാലിക്കുക, സൂക്ഷിക്കുക. ശവ്വാൽ മാസവും ശഅബാൻ മാസവും റമദാൻ മാസവും ഒരേപോലെ നാം കാണുകയാണ് എങ്കിൽ ഒരു സ്വാധീനവും റമദാൻ നമ്മിൽ ചെലുത്തിയിട്ടില്ല എന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടി വരും. അതുപോലെ തന്നെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ആളുകൾ പാപങ്ങൾ വാരിക്കൂട്ടുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് എങ്കിൽ നമ്മളെക്കാൾ ദൗർഭാഗ്യവാന്മാർ വേറെ ആരും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാശമടയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 2-3 വിഭാഗം ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഒരു വിഭാഗം എന്താണെന്നറിയുമോ? റമദാൻ വരികയും എന്നിട്ട് പാപമോചനം ലഭിക്കാതെ റമദാൻ അങ്ങ് കഴിഞ്ഞു പോവുകയും ചെയ്തവർക്ക് റഹിമ അൻഫു റജുലിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. വേറൊരു വചനത്തിൽ പ്രവാചകൻ ചോദിച്ചു, മൻ അദ്റക റമദാന ഫലം യുഗ്ഫർ ലഹു ഫമത്ത. റമദാൻ കയ്യിൽ കിട്ടി, ഇത്രയും ദിവസം നമ്മുടെ കയ്യിൽ കിട്ടി, ഇനി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവുക അറിയില്ല. ഈ റമദാൻ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് മരിച്ചു പോകുമ്പോൾ യാതൊരു പിടുത്തവും ഇല്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ റമദാൻ കിട്ടിയത് ഉപയോഗപ്പെടുത്തി പാപമോചനത്തിന് ഉപയോഗപ്പെടുത്താതിരിക്കുന്നവൻ ഇനി എന്നാണ് അതിന് കാത്തിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. മൻ അദ്റക റമദാൻ ഫലം യുഗ്ഫർ ലഹു ഫമത്ത. വല്ലാത്തൊരു ചോദ്യമാണത്. ഇതൊക്കെ നാം ആഴത്തിലൊന്ന് ചിന്തിക്കുക. അതോടൊപ്പം തന്നെ നാം തിരിച്ചറിയേണ്ടത് ഈ റമദാൻ ത്യാഗത്തിന്റെ നാളുകളാണ്. അതാണ് ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു വചനം ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിച്ചത്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം വിശ്വസിക്കാത്തവർക്ക് നേരെ ആയുധമെടുത്ത് അടരാടലോ അവരെ നിർബന്ധിച്ച് വിശ്വസിപ്പിക്കലോ ഒന്നുമല്ല, യുദ്ധം ചെയ്യലുമല്ല. യുദ്ധം ഉൾപ്പെടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ധനം കൊണ്ട് ചെയ്യുന്നതും ശരീരം കൊണ്ട് ചെയ്യുന്നതും നാക്കുകൊണ്ട് ചെയ്യുന്നതും തൂലിക കൊണ്ട് ചെയ്യുന്നതും എന്ന് വേണ്ട എല്ലാം ഈ ജിഹാദിന്റെ വിശാലമായ പരിധിയിൽ വരും. കേവലം യുദ്ധമോ മറ്റുള്ളവരെ കൊന്നൊടുക്കലോ ആണ് എന്നുള്ള ഒരു മിഥ്യാധാരണ ഇസ്ലാമോ ഫോബിയയുടെ ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെട്ടു വരുന്നു. ആ ജിഹാദിനെ കുറിച്ച് മോശമായ ഒരു ചിത്രം ജനമനസ്സിൽ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തൊക്കെ ഇസ്ലാമോ ഫോബിയ ഇത്ര വളർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെയല്ല എന്ന് തിരിച്ചറിയാൻ നമുക്കെന്തെങ്കിലും കഴിയണം, നമുക്കത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയണം. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരെ നിയന്ത്രിക്കാനും മറ്റുള്ളവരെ ചൊൽപ്പടിയിൽ നിർത്താനും മറ്റുള്ളവരെ കടിഞ്ഞാണിടാനും
ഒരു വലിയ സൈന്യത്തെ ജയിച്ചടക്കാനും ഒക്കെ കഴിയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നാം പരാജയപ്പെടുന്നത് നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ മുന്നിലാണ്. നമ്മുടെ മുമ്പിൽ നാം പരാജയപ്പെടുന്നു. കാരണം നമ്മളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അതുകൊണ്ടാണ് നോമ്പ് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന, ഏറ്റവും വലിയ ജിഹാദ് നടത്തുന്ന നമ്മുടെ ശരീരത്തോടാണ്. എന്ന് വെച്ചാൽ നമ്മളെ തന്നെ നിയന്ത്രിച്ചു നിർത്തുക. സൗമ് അല്ലെങ്കിൽ സിയാമ് എന്ന പദത്തിന് അർത്ഥം കൊടുത്തിരിക്കുന്നതിനെ ഇംസാക്ക് എന്നാണ്. ഇംസാക്ക് എന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കുക എന്നാണ്, പിടിച്ചു നിർത്തുക എന്നാണ്, സംയമനം പാലിക്കുക എന്നാണ്. അതൊരു വലിയ പരിശീലനമാണ്, വലിയൊരു ക്ഷമ പാലിക്കുക എന്നുള്ള ഒരു ചെറിയ കാര്യമല്ല. ഇന്നമായി വഫ്ഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, യാതൊരു കണക്കുമില്ലാതെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി നൽകപ്പെടുന്നത് ക്ഷമിക്കുന്നവർക്കാണ് എന്നാണ്. ക്ഷമയാണ് നോമ്പ് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പരിശീലനം. ആ ക്ഷമ ഇല്ലാതായാൽ നോമ്പും ഇല്ലാതെയാകും. അതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. അതുപോലെ അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന കാര്യം പോലും അള്ളാഹുവിന് വേണ്ടി നാം ഒഴിവാക്കുന്ന, ക്ഷമിക്കുന്ന, വേണ്ടെന്ന് വെക്കുന്ന, ത്യജിക്കുന്ന ത്യാഗമനോഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വലിയ ആരാധനാകർമ്മവും പരിശീലന കളരിയുമാണ് സത്യത്തിൽ റമദാൻ എന്ന് പറയുന്നത്. അനുവദനീയമായ ഭക്ഷണപാനീയങ്ങൾ ഇന്ന് നേരം വെളുത്ത് ഇത്രയും സമയമായി നോമ്പനുഷ്ഠിച്ചവർ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, ഒന്നും ഒരു കുറ്റി വെള്ളം പോലും കുടിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ തന്നെയാണ്. അപ്പൊ വേണ്ടെന്ന് വെക്കണം. അത് ഹറാമായിട്ടല്ല, പക്ഷെ റമദാന്റെ പകലിൽ ഹറാമാണ്. റമദാന്റെ പകൽ സമയത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, വ്രതമനുഷ്ഠിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഹലാല് അപ്പ ഹറാമാണ്. പക്ഷേ സൂര്യാസ്തമയത്തോടുകൂടി അത് ഹലാലായി തന്നെ മാറും. ഇത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെ ഹലാലും ഹറാമുമായി നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങൾ ഹലാലിൽ നിന്ന് പോലും സ്വന്തത്തെ തടഞ്ഞു നിർത്തി ഒരു കൃത്യമായ അവബോധത്തോടുകൂടി സ്വന്തത്തെ നിയന്ത്രിച്ചു നിർത്തി സംയമനത്തോടെ മുന്നോട്ടു പോകുവാൻ വഴിയൊരുക്കുമ്പോൾ നിഷിദ്ധമായ അള്ളാഹു ഹറാമാക്കിയ കാര്യത്തിൽ നിന്ന് പോലും അകന്നു നിൽക്കാനുള്ള ഒരു ഉൾവിളി അതിലൂടെ നേടിയെടുക്കുക എന്നുള്ളതാണ് റമദാനിലൂടെ ലക്ഷ്യം. സത്യത്തിൽ ഒരു ത്യാഗമാണ്. ത്യാഗം എന്ന് പറയുന്നത് എന്താ? ഒരു കാര്യം ഒന്നും ആവശ്യമില്ലാത്ത സന്ദർഭത്തിൽ ഒരു സംഗതി വേണ്ടെന്ന് വെക്കുക എന്നുള്ളതല്ല ത്യാഗം. അത് ഏറ്റവും ആവശ്യമുള്ള സന്ദർഭത്തിൽ വേണ്ടെന്ന് വെക്കലാണ് ത്യാഗം. നല്ല ദാഹമുണ്ട്, നല്ല വിശപ്പുണ്ട്, വേണ്ടെന്ന് വെക്കുകയാണ് ഭക്ഷണപാനീയം, അതാണ് ത്യാഗം. ആ രൂപത്തിൽ ചെറുതും വലുതുമായ എല്ലാ ത്യാഗങ്ങളുടെയും ഒരു നാളുകൂടിയാണ് ഈ നാളുകൾ എന്ന് നാം തിരിച്ചറിയുക. റമദാന്റെ നാളുകൾ നമുക്കറിയാം. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുകയും ആ സംഭവങ്ങളിലൊക്കെ വിജയശ്രീയിൽ ആളിതരാവുകയും ചെയ്ത സഹാബത്ത് ഒന്നടങ്കം വ്രതമനുഷ്ഠിച്ചിരുന്നവർ തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം. ആ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് സംയമനം പാലിച്ച് ഭൗതികതയോടുള്ള ആ ആർത്തിയും അതുപോലുള്ള മറ്റു കാര്യങ്ങളും തടഞ്ഞു നിർത്തി സ്വന്തത്തെ ഒരു സംയമനത്തിന്റെ മാർഗത്തിലൂടെ നയിച്ചു കൊണ്ടുപോകുന്നവർക്ക് മാത്രമേ ഏതു തരത്തിലുള്ള വിജയങ്ങളും നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതിജയത്തിനുള്ള ഏറ്റവും വലിയ ആയുധമാണ് ഈ പറയുന്നത്. അതിന് കഴിയുന്നില്ലെങ്കിൽ നമുക്കൊന്നിനെയും അതിജയിക്കാൻ കഴിയില്ല, നമുക്കൊന്നിനെയും പരാജയപ്പെടുത്താൻ കഴിയില്ല, ഒരു രംഗത്ത് നമുക്ക് വിജയം നേടിയെടുക്കാൻ കഴിയുകയുമില്ല. നാം നോക്കുക, ചരിത്രത്തിൽ സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ അധ്യായമായാൽ ബഖറയിലെ 246 മുതൽ 251 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു വലിയൊരു ചരിത്ര സംഭവം ഇങ്ങനെ സംയമനത്തിനും സ്വയം നിയന്ത്രണത്തിനും കഴിവില്ലാത്തവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം നൽകുന്ന ഒരു സംഭവമാണ് ഈ 4-5 വചനങ്ങളിലൂടെ അൽ ബഖറയിലെ 246 മുതൽ 251 വരെയുള്ള വചനങ്ങൾ വിശാലമായി പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ തിൽക്കർ റുസുലു ഫല്ലല്ലാ എന്ന് തുടങ്ങുന്ന ജുസ്ഇന്റെ തൊട്ടു മുമ്പാണ് ഈ സംഭവം വിശദീകരിക്കുന്നത്. അത് ജാലൂത്തിന്റെയും താലൂത്തിന്റെയും ഒക്കെ ചരിത്രമാണ് അവിടെ പരാമർശിക്കുന്നത്. ഞാൻ ചരിത്രത്തിലേക്ക് പോവുകയല്ല, അവിടെ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ട 1-2 കാര്യങ്ങളുണ്ട്, അന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ശേഷം യൂശഅ ഇബ്നു നൂൻ എന്ന് പറയുന്ന പ്രവാചകനാണ് ഇസ്രായേലുകാരെ പിന്നെ നയിച്ചത്. അദ്ദേഹത്തിന്റെ മരണശേഷം പിന്നെ വരുന്നത് ശംവീൽ എന്ന് പറയുന്ന, സംവീൽ എന്നും ശംവീൽ എന്നും പ്രയോഗിക്കപ്പെടുന്നുണ്ട് പേരിൽ. ഷീനും കാണാം, സ്വാദും കാണാം, ഏതോ ആകട്ടെ. ആ പേരിലുള്ള ഒരു പ്രവാചകൻ, നമ്മൾ ഖുർആനിൽ പേര് പറയാത്ത പ്രവാചകന്മാരുടെ പേര് പറയുമ്പോൾ പ്രവാചകനാണോ നമ്മൾ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇപ്പൊ യൂശഅ നബിയുടെ പേര് ഖുർആനിൽ ഇല്ല, ഈ പറയുന്ന ശംവീലിന്റെ പേരുമില്ല. ഖുർആനിലാകെ 25 പ്രവാചകന്മാരുടെ പേരേ ഉള്ളൂ.
ബാക്കിയുള്ള ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് റസൂലിനോട്, അള്ളാഹു റസൂലിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിന്നെ വിവരിച്ചു തന്ന പ്രവാചകന്മാരും വിവരിച്ചു തരാത്തവരുമുണ്ട്. ചില പ്രവാചകന്മാരുടെ ചരിത്രം താങ്കൾക്ക് നാം വിവരിച്ചു തന്നിട്ടുണ്ട്, ചിലരുടെ വിവരിച്ചു തരാത്തതുമുണ്ട് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഏതാണ്ട് 1,00,000-ഓളം പ്രവാചകന്മാർ വന്നു എന്നൊക്കെ സാധാരണയായി നമ്മൾ പറയാറില്ലേ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും. ആ നിലയിൽ പ്രവാചകന്റെ പേര് ഖുർആനിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് ഒരു പ്രവാചകന്റെ പേര് പരാമർശിക്കുമ്പോൾ പ്രവാചകനാണോ നമ്മൾ സംശയിക്കേണ്ടതില്ല. അങ്ങനെ ശംവീൽ എന്ന് പറയുന്ന പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ സന്തതികൾ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ഒരു ഡിമാൻഡ് വെക്കുന്ന ഒരു ആവശ്യം, ഇബ്അത്ത് ലനാ മലിക്കൻ നുഖാത്തിൽ ഫീ സബീലില്ലാഹ്. ഇതാണ് ആവശ്യം. ഇബ്അത്ത് ലനാ മലിക്കൻ, ഒരു രാജാവിനെ, ഒരു നേതാവിനെ, ഒരു രാജാവിനെ ഞങ്ങൾക്ക് നിങ്ങൾ നിശ്ചയിച്ചു തരിക, ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യട്ടെ. കാരണം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ സമരം ചെയ്യാൻ കാരണം അവർ ഞങ്ങളെ ഉപദ്രവിക്കുന്നു. അപ്പൊ ഈ ബനൂ ഇസ്രായേൽക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, അവർ പറയുന്ന ഒന്നും ചെയ്യൂല, പറയുന്നത് എന്താണോ അതിന് നേരെ എതിരായിരിക്കും അവരുടെ പ്രവർത്തനം. യുദ്ധം ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഞങ്ങൾക്ക് ഒരു നേതാവിനെ നിയോഗിച്ചു തരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രവാചകൻ തിരിച്ചു ചോദിച്ചു എന്നാണ്, ഹൽ അസൈത്തും ഇൻ കുത്തിബ അലൈക്കുമുൽ ഖിതാലു അല്ലാ തുഖാതിലു, ഒരാളിനെ നിശ്ചയിച്ചു തന്നിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യാതിരുന്നാലോ എന്നൊരു തിരിച്ചു ചോദ്യം ചോദിച്ചപ്പോൾ ഒരു മറുചോദ്യം അവർ പറയുന്നുണ്ട്, വമാ ലനാ അല്ലാ നുഖാതില ഫീ സബീലില്ലാഹ് വഖദ് ഉഖ്രിജ്നാ മിൻ ദിയാരിനാ വഅബ്നായിനാ, ഞങ്ങൾക്കെന്തേ യുദ്ധം ചെയ്യാതിരിക്കാൻ, ഞങ്ങളുടെ വീടുകളിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാതിരിക്കാൻ എന്ത് തടസ്സമാണ് ഞങ്ങൾക്കുള്ളത്? വഖദ് ഉഖ്രിജ്നാ, ഞങ്ങൾ പുറത്താക്കപ്പെട്ടിരിക്കുന്നു, മിൻ ദിയാരിനാ, ഞങ്ങളുടെ വീടുകളിൽ നിന്ന്, വഅബ്നായിനാ, ഞങ്ങളുടെ മക്കളിൽ നിന്നും. അന്നത്തെ പൗരത്വം ഞാൻ അങ്ങനെ തൽക്കാലം അതിനെ വിശേഷിപ്പിക്കുന്നു. ഞങ്ങളുടെ വീടുകളിൽ നിന്നും മക്കളിൽ നിന്നും ഒക്കെ ഞങ്ങളെ പുറത്താക്കിയിരിക്കുകയാണ്. ആ നിലയ്ക്ക് ഞങ്ങൾ അടരാടാതിരിക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവര് ഞങ്ങളതിന് തയ്യാറാണ്. പക്ഷേ എന്താ സംഭവിച്ചത്? ഖുർആൻ തന്നെ പറയുന്നു, യുദ്ധം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ വളരെ കുറച്ചു പേരൊഴിച്ച് ബാക്കി എല്ലാവരും പിന്തിരിഞ്ഞു കളഞ്ഞു. ഇസ്രായേൽക്കാർ, ബനു ഇസ്രായേലിന്റെ സ്വഭാവം അതാ, എല്ലാവരും പിന്തിരിഞ്ഞ, വളരെ കുറച്ചു പേര് മാത്രം. ആ കുറച്ച് ആളുകളെയും കൊണ്ട് അങ്ങനെ ആ രൂപത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ ഈ പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് താലൂത്ത് എന്ന് പറയുന്ന ഒരാളിനെ രാജാവായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അയാളെങ്ങനെ ഞങ്ങളുടെ രാജാവാകുക, നേതാവാകുക? അയാളെക്കാൾ യോഗ്യതയും അർഹതയുള്ള ഞങ്ങളില്ലേ, പിന്നെങ്ങനെ അയാളാകുക? അത് കാരണം നമുക്കറിയാം, ബനൂ ഇസ്രായേൽ സന്തതികൾ 12 വിഭാഗമാണ്, ഗോത്രമാണ്. നമുക്കറിയാമല്ലോ, അള്ളാഹു അവർക്ക് വെള്ളം ദാഹിച്ച സന്ദർഭത്തില് ഈ മൂസാ നബിയോട് ഒരു പാറയിൽ അടിക്കാൻ ആവശ്യപ്പെട്ടല്ലോ. ആവശ്യപ്പെട്ടപ്പോൾ സത്യത്തിൽ ഒരു ഉറവ പൊന്തി വന്ന് അതിൽ നിന്ന് എല്ലാവർക്കും കുടിക്കാം, പക്ഷെ അവർ കുടിക്കൂല. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു? 12 ഉറവകൾ പൊട്ടിച്ചു കൊടുത്തു എന്നാ. അപ്പൊ ഈ 12 ഗോത്രമാണ് ഇങ്ങനെ വളരുന്നത്, അവരുടെ പിൻതലമുറയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ നിലയിൽ വന്നപ്പോൾ അവിടെ ലെവി എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ട്. ആ ഗോത്രത്തിനാണ് അത്ര പ്രവാചകത്വത്തിന്റെ സ്ഥാനം മുഴുവനും. അതുപോലെ യഹൂദിയ എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ട്. ആ ഗോത്രത്തിനാണ് ന്യായാധിപത്യത്തിന്റെ സ്ഥാനം മുഴുവനും. പക്ഷേ ഈ താലൂത്ത് എന്ന് പറയുന്ന വ്യക്തി വന്നിരിക്കുന്നത് ബിന്യാമീൻ എന്ന് പറയുന്ന ഗോത്രത്തിൽ നിന്നാണ്. ആ ബിന്യാമീൻ ഗോത്രം അവരിലെ അത്ര ഉന്നത ഗോത്രമായിരുന്നില്ല. അവർ ചെരുപ്പ് കുത്തുകയും കാലികളെ മേയ്ക്കുകയും ചെയ്യുന്ന ഗോത്രത്തിൽപ്പെട്ടവരാണ് അവർ. അതുകൊണ്ട് അതിൽ നിന്നൊരാളിനെ നിയോഗിച്ചത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ പറയുന്ന മനോഭാവം ഏറെക്കുറെ ഇന്നും മാറിയിട്ടില്ല, ഏറെക്കുറെ അല്ല ഇന്നും മാറിയിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആരെങ്കിലും ഒരാളിനെ നിശ്ചയിച്ചു കൊടുത്താൽ കുറെ പേർക്ക് അത് ഇഷ്ടപ്പെടൂല. അപ്പൊ പ്രശ്നമായി, ബുദ്ധിമുട്ടായി, അതുപോലെ തന്നെ വംശീയതയായി, ജാതീയതയായി, ഇങ്ങനെ പലതിലേക്കും പോവുകയാണ്. ഇതൊക്കെ ചരിത്രത്തിന്റെ ആവർത്തനമാണെന്ന് മനസ്സിലായിക്കൊള്ളുക നാം, പുതിയതൊന്നും അല്ല ഇതൊന്നും. അപ്പൊ അങ്ങനെ ആ രൂപത്തിൽ അവർ അംഗീകരിച്ചില്ല എങ്കിലും പക്ഷെ അദ്ദേഹത്തെ നിയോഗിച്ച് അദ്ദേഹത്തിന്റെ ഒപ്പം സൈന്യം പുറപ്പെടുകയാണ്. ദീർഘമായ ചരിത്രമാണ്, നിങ്ങൾ ആ ഭാഗം ഒന്ന് എടുത്തു നോക്കിക്കോളൂ, നന്നായി വായിച്ചാൽ വലിയ ആവേശം തോന്നുന്ന ഒരു ചരിത്രമാണത്. അപ്പൊ എന്നിട്ട് ഈ പ്രവാചകൻ അവരെയും കൊണ്ട് പോകുമ്പോൾ അവരുടെ മുന്നിൽ ഒരു പരീക്ഷണം വെച്ചു കൊടുത്തു, ഒരു നിയന്ത്രണം. എന്താണെന്നറിയോ? ഇന്നല്ലാഹ മുബ്തലീക്കും ബിനഹരി, നിങ്ങൾ പോണ വഴിക്ക് ഒരു പുഴയുണ്ടാവും. ആ പുഴ നിങ്ങൾ കടക്കുന്ന സന്ദർഭത്തിൽ
അതിൽ നിന്ന് വെള്ളം കുടിക്കരുത്. ഒരു കോരൽ വേണമെങ്കിൽ കോരി ഒന്ന് ആസ്വദിച്ചു നോക്കാം. സ്വാഭാവികമായും വെള്ളത്തിലൂടെ ഇറങ്ങി യാത്ര ചെയ്യുമ്പോൾ, കുറച്ച് ഒരു സൈന്യമാകുമ്പോൾ പ്രത്യേകിച്ച് കുറെ യാത്ര ചെയ്ത് അവസരമായി ഇങ്ങനെ വരുമ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്നൊന്ന് കുടിക്കണം എന്ന് തോന്നലുണ്ടാകാം. ആ ഒരു ചെറിയ കോരൽ ഇല്ല മനിഖ്തറഫ ഗുർഫത്തൻ ബിയദിഹി എന്നാ പറഞ്ഞത്. കൈ കൊണ്ട് ഒരു കോരൽ കോരിയിട്ട് കുടിച്ചോ, അല്ലാതെ കുടിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ സംഭവിച്ചത് എന്താ? ബഹുഭൂരിഭാഗം ആളുകളും നന്നായി വയറ് നിറയെ വെള്ളം കുടിച്ചു, വളരെ ചുരുക്കം പേരൊഴികെ. അവിടെയും കാണുന്നത് ഈ പറയുന്ന നിയമത്തിനോ അല്ലെങ്കിൽ നേതൃത്വത്തിനോ അനുസരിക്കാതെ തന്നിഷ്ടത്തിന് പോവുകയാണ് അവർ. ഒരു ചെറിയ സന്ദർഭത്തിൽ പോലും സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്ന അവസ്ഥ വന്നാൽ രക്ഷയില്ല എന്ന് തന്നെയാണ്. അത് ഉൾക്കൊള്ളാനുള്ള പാഠം ഏറ്റവും വലുത് അതാണ്. അങ്ങനെ അവസാനം അവർ മുന്നോട്ട് പോയി. ആ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ അവർ വിജയിച്ചു. അങ്ങനെ അവരപ്പുറത്ത് കടന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സൈന്യത്തെ കണ്ടപ്പോൾ അവർ ആകെ പേടിച്ചു. ആ സൈന്യമാണെങ്കിൽ വലിയൊരു സൈന്യം, ഇവരെ നേരിടാൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പടച്ചവനെ കണ്ടുമുട്ടണമെന്ന് ഭയമുള്ള ആളുകൾ, കണ്ടുമുട്ടുമെന്ന് വിശ്വാസമുള്ള ആളുകൾ പറഞ്ഞു, കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ വലബത്ത് ഫിയത്തൻ കസീറ. നിങ്ങളെന്തേ ഈ പറയുന്നത്? എത്ര ചെറു സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ അതിജയിച്ചിട്ടുള്ളത് എന്നൊക്കെയുള്ള സംഭവം അതിൽ ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിലാണ് ഈ സൈന്യത്തെ കണ്ടപ്പോൾ ഒരു പ്രാർത്ഥന, റബ്ബന അഫ്രിഖ് അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ ക്ഷമ ചൊരിഞ്ഞു തരണമേ. അഫ്രിഖ് ലനാ സബ്റ വസബ്ബിത് അഖ്ദാമനാ, ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികൾക്കെതിരിൽ ഞങ്ങൾക്ക് നീ വിജയത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെ ഈ ചരിത്രവുമായി ബന്ധപ്പെടുന്നതാണ്. ഏതായിരുന്നാലും ഫഅസമൂഹും ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അവർ അവരെ പരാജയപ്പെടുത്തി. ജാലൂത്തിന്റെ ദാവൂദിന്റെ അതിൽപ്പെട്ട ഒരു സേനാ അംഗമാണോ അതല്ല അതിനുശേഷം ഇതിന്റെ ചാർജ് ഏറ്റെടുത്ത ആളാണോ എന്നൊക്കെയുള്ള ചരിത്രത്തിൽ പല ചർച്ചകളും ഉണ്ടെന്തോ ആയിക്കോട്ടെ. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ ജാലൂത്തിനെ വധിക്കുകയും അവർ ഇസ്രായേൽക്കാർ രക്ഷപ്പെടുകയും ചെയ്ത സംഭവമാണ് അവിടെ വിവരിക്കുന്നത്. അവിടെ അവരുടെ ആവശ്യത്തിന് വേണ്ടി, അതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ ആവശ്യത്തിന് വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടി പോകുന്ന വേളയിൽ ഇത്ര നിങ്ങൾ സഹിക്കണം, തൽക്കാലം ആ പോണ വേളയിൽ വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പോലും അത് ഉൾക്കൊള്ളാനും നിയന്ത്രിച്ചു നിർത്താനും തടഞ്ഞു നിർത്താനും കഴിയാതെ ആ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ മനുഷ്യ സഹജമായി കാര്യത്തെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുക എന്നത് തന്നെയാണ് ഈ റമദാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയ പരിശീലനം എന്ന് നാം തിരിച്ചറിയുക, മനസ്സിലാക്കുക. അങ്ങനെയുള്ള ജിഹാദ്, അതോടൊപ്പം തന്നെ ധനം കൊണ്ടും ശരീരം കൊണ്ടുമുള്ള ജിഹാദും ഇതിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യം തന്നെയാണ്. ഞാൻ ജിഹാദ് പറഞ്ഞു വന്നിട്ട് നമുക്ക് എന്തിനേയും അതിജയിക്കാൻ കഴിയണമെങ്കിൽ നാം വളർത്തിയെടുക്കേണ്ട ഒരു സ്വഭാവം നാം നമ്മെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ്. സംയമനവും ക്ഷമയും അവലംബിക്കുക, അത് റമദാനിലൂടെ നേടിയെടുക്കാനുള്ളതാണ് എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. അതുപോലെ ഈ ജിഹാദ് അംവാല്, സമ്പത്ത് കൊണ്ടും നഫ്സ് കൊണ്ടുമുള്ള ജിഹാദ് വിശ്വാസികളുടെ സ്വഭാവ ഗുണമായിട്ടാണ് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. ഖുർആൻ നാം പരിശോധിച്ച് നോക്കിയാൽ ആമനു, ഹാജറു, ജാഹദു, ഈ മൂന്ന് ഇങ്ങനെ പറയുന്ന നമുക്കാണെങ്കിൽ പല സ്ഥലങ്ങളിലുമുണ്ട്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. ഈ ഒരു മൂന്ന് വിശേഷണങ്ങൾ, വിശ്വാസം, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ ആദർശത്തിന് വേണ്ടി നാടുവിട്ടുപോകൽ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യൽ എന്ന് പറയുന്നത് മൂന്നും ഒരുമിച്ച് വരുന്നത് കാണാം. അതുപോലെ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സാബിരീൻ. നിങ്ങൾ വെറുതെ വിശ്വാസികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങ് സ്വർഗത്തിൽ പോകാം, നിങ്ങളിൽ നിന്ന് ത്യാഗങ്ങൾ അനുഭവിക്കുന്നവരും ത്യാഗസന്നദ്ധതയുള്ളവരെയും അതുപോലെ തന്നെ ക്ഷമ അവലംബിക്കുന്നവരെയും തിരിച്ചറിയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങ് സ്വർഗത്തിൽ കയറിക്കളയാമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ത്യാഗങ്ങള്, ബുദ്ധിമുട്ടുകള്, അതിനെ അതിജയിക്കല്, പോരാട്ടങ്ങള്,
വിജയങ്ങള്, പരാജയങ്ങള്, ഇങ്ങനെ പലതും അതിജയിച്ചേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. ഇപ്പൊ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന നമ്മൾ എത്ര കടമ്പകൾ കടന്നിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പ്രവാചകൻ ആ അനുയായികളെ കൊണ്ടുപോയതും ആ അനുയായികളിലൂടെ ഈ മഹാസന്ദേശം ലോകത്ത് പ്രചരിച്ചതും ആ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരുപിടി ആളുകൾ ലോകത്തുണ്ടായിത്തീർന്നതും ഇന്നും അതിലേക്ക് ആളുകൾ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നതും ഏറ്റവും വലിയ ശത്രുക്കൾ ശത്രുത പുലർത്തിയതിനു ശേഷം ഏറ്റവും അടുത്ത മിത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നതുമൊക്കെ ഇതിന്റെ തുടർച്ചയായി നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഖുർആൻ ഇങ്ങനെയാണ് വിശ്വാസികളുമായി ബന്ധപ്പെടുത്തി ജിഹാദിനെ പറയുന്നുണ്ട്. അത് ത്യാഗപരിശ്രമമാണ്. ധനം കൊണ്ടുള്ള ജിഹാദ്, ശരീരം കൊണ്ടുള്ള ജിഹാദ്, ഇതൊക്കെ അതിൽ പെടുന്നതാണ്. അതൊക്കെ ഒരു വലിയ കച്ചവടമായിട്ട് അള്ളാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു. എന്നിട്ട് പറയാണ്, വിശ്വസിക്കുക, തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുക, വറസൂലി, അവന്റെ റസൂലിൽ വിശ്വസിക്കുക, വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യുകയും ചെയ്യുക. എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടും, നിത്യവാസത്തിന്റെ തോട്ടങ്ങൾ നിങ്ങൾക്ക് ശാശ്വതരായി താമസിക്കാം. അതിനു പുറമെ നിങ്ങൾ ഈ ലോകത്ത് ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ സഹായമുണ്ട്, അടുത്ത വിജയമുണ്ട്, അതൊക്കെ ലഭ്യമാണ് എന്ന് വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് സൂറത്തു സഫിന്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്നതും ഈ ജിഹാദുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ്. അപ്പം നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള സംഗതികൾ. ഇപ്പൊ റമദാൻ മാസത്തിൽ എത്രയോ സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നടന്നു. ബദർ യുദ്ധം നടന്നത് റമദാൻ മാസത്തിലാണ്. അതുപോലെ തന്നെ ഉഹദ് യുദ്ധത്തിനും ഖന്തഖ് യുദ്ധത്തിനും ഹുനൈൻ യുദ്ധത്തിനും ഈ 3 യുദ്ധങ്ങൾക്കും വേണ്ടി ഒരുക്കം നടത്തിയത് റമദാൻ മാസത്തിലാണ്. മക്ക വിജയമുണ്ടായത് റമദാൻ മാസത്തിലാണ്. അതിനുശേഷം പ്രവാചകന്റെയും സഹാബത്തിന്റെയും ഖുലഫാഉർ റാഷിദുകളുടെയും കാലത്തും അനന്തരവുമായി തുടർന്ന് നമ്മൾ കാണുന്ന പല സംഭവങ്ങളും റമദാൻ മാസവുമായി ബന്ധപ്പെട്ട വിജയങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ ഇത് വിജയത്തിന്റെ മാസമാണ്. വിജയിക്കണമെങ്കിൽ എന്തു വേണം? ത്യാഗം വേണം. ആ ത്യാഗത്തിന് ഏറ്റവും കൂട്ടായി വരുന്ന ഒന്നാണ് റമദാൻ. അല്ലാതെ വിശ്വാസിയെ ദുർബലനാക്കാനുള്ളതല്ല റമദാൻ, വിശ്വാസിയെ ശക്തനാക്കാനുള്ളതാണ് റമദാൻ എന്നുള്ള ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. കാരണം പ്രത്യേകിച്ച് ഇന്ന് നാം ഈ വക രംഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട, നമ്മൾ നമ്മളുടെ നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിക്കേണ്ട. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ നിരാശരായി പോകേണ്ട ആവശ്യമില്ല. ഏത് നിരാശയുടെയും പിന്നിൽ ഒരു പ്രതീക്ഷ ഒളിഞ്ഞിരിപ്പുണ്ടാകും. ഏത് പരാജയത്തിന്റെയും പിന്നിൽ ഒരു വിജയം നിലകൊള്ളുന്നുണ്ടാകും. ഏത് പ്രയാസത്തോടൊപ്പവും ഏത് ഞെരുക്കത്തോടൊപ്പവും ഒരു പ്രയാസമുണ്ടാകും. അതുകൊണ്ട് ഖുർആൻ നൽകുന്ന ആ സന്ദേശങ്ങളുടെ മുമ്പിൽ തീർച്ചയായും നമുക്ക് ഖുർആൻ അവതരണീയമായ മാസത്തിൽ നമുക്ക് നമ്മെ നിലനിർത്താം, നമുക്ക് നിർത്തിക്കൊണ്ടുപോകാം. പക്ഷേ അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിജയത്തിന് ഏറ്റവും കൂടുതൽ നാം ഓർക്കേണ്ട, ഓർമ്മിക്കേണ്ട, ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇസ്ലാമോഫോബിയെ കുറിച്ച്. ഇസ്ലാമോഫോബിയ പണ്ടൊക്കെ നമ്മൾ ഈ പിന്നെ ബൈത്തുൽ മുഖദ്ദസിലും പരിസരങ്ങളിലും ഒക്കെ സാധാരണയായി സുജൂദ് ചെയ്യുന്ന ആൾക്കാരെ വെടിവെക്കുന്നതും കൊല്ലുന്നതുമായ വാർത്തകൾ ഇവിടെ ഇരുന്ന് നമ്മൾ വായിക്കാറുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചത് എന്താ? അത് ഫലസ്തീനിലല്ലേ, ഇസ്രായേലിലല്ലേ, ബൈത്തുൽ മുഖദ്ദസിലല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. നടക്കുന്ന സംഭവമല്ലേ. ഇപ്പൊ അത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ തലസ്ഥാന നഗരിയിലും വന്നു കഴിഞ്ഞു. പള്ളിയിൽ സ്ഥലമില്ലാതെ പുറത്ത് സുജൂദ് ചെയ്യുന്ന ആൾക്കാരെ ബൂട്ടിട്ട് ചവിട്ടുന്ന നിയമപാലകരെ നമ്മൾ കണ്ടില്ലേ? ആ ഒരു കാഴ്ച നമ്മൾ ആലോചിച്ചു നോക്ക്, എങ്ങോട്ടാണ്? അപ്പൊ അങ്ങ് ബൈത്തുൽ മുഖദ്ദസിലും പരിസരത്തിലും ഇസ്രായേലുകളും അതുപോലെ തന്നെ ജൂതന്മാരും മാത്രമേ ഇതൊക്കെ ചെയ്യുള്ളൂ. അതിന്റെ ഡിറ്റോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാതെ പോയിട്ട് ഇനി കാര്യമില്ല. അതുപോലെ തന്നെ ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് വീണ്ടും സർവകലാശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അത് വീണ്ടും അല്ലെങ്കിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ രാത്രികാലങ്ങളിൽ തറാവീഹ് നമസ്കരിച്ചതിന്റെ പേരിൽ അവർ പുറത്തൊന്നും പോയി നമസ്കരിച്ചില്ല. അവർ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ഉള്ളിൽ പ്രാർത്ഥനയ്ക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്താണ് അവർ പ്രാർത്ഥന നിർവഹിച്ചത്. ആ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പറ്റം ആളുകൾ വന്ന്, വർഗീയവാദികൾ വന്ന് അവരെ ഉപദ്രവിച്ച് ചോര ഒലിപ്പിച്ചു എന്ന് മാത്രമല്ല, അവരുടെ പഠനോപകരണങ്ങൾ ടാബും മറ്റും എല്ലാം നശിപ്പിച്ച് നാമാവശേഷമാക്കി. ഈ നടന്നത് ഗുജറാത്ത് സർവകലാശാലയിലാണ്.
നോക്കുക, നമ്മൾ എങ്ങോട്ടാണ് ഈ മാനസികാവസ്ഥ പോകുന്നത് എന്ന്. നമ്മൾ ഈ നാട്ടിലൊക്കെ ജീവിക്കുന്നവരല്ലേ, നമ്മൾ നിസ്കരിച്ച് നോമ്പും പിടിച്ചങ്ങ് പോയാൽ മതിയോ? നമുക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരവസ്ഥ. വിശിഷ്യായ റമദാൻ മാസത്തിൽ അതിജയത്തിന്റെ മാസം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, പരാജയങ്ങളെ വിജയമാക്കുന്ന മാസം എന്ന് പറയുമ്പോൾ, വിശ്വാസി ശക്തനാകണമെന്ന് പറയുന്ന മാസം എന്ന് പറയുമ്പോൾ, എന്ത് ഇതിനെക്കുറിച്ച് നമുക്ക് അതിനോടൊന്ന് ആഡ് ചെയ്തുകൂടെ? അപ്പൊ അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ, അതുപോലെ തന്നെ എത്രമാത്രം ഹീനമായി ഈ സമുദായത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇകഴ്ത്താൻ കഴിയുമോ ആ രൂപത്തിൽ ഇകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം. ആസാമിലെ കൊക്രജാർ എന്ന് പറയുന്ന സ്ഥലത്ത് ബോഡോലാൻഡ് സർവകലാശാല, ആ സർവകലാശാലയിലെ ചരിത്ര വിഭാഗം ഒരു സാംസ്കാരിക ഘോഷയാത്ര നടത്തി. ആ സാംസ്കാരിക ഘോഷയാത്രയിൽ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഓണാഘോഷയാത്ര ഉണ്ടാകാറുണ്ട്, മറ്റു പല ആഘോഷങ്ങളും കാണാറുണ്ട്. ആ ആഘോഷങ്ങളിലൊക്കെ ഓരോ തരത്തിലുള്ള ടാബ്ലോകൾ ഉണ്ടാവും, നിശ്ചല ദൃശ്യങ്ങൾ. അക്കൂട്ടത്തിൽ ഈ പറയുന്ന സ്ഥലത്ത് ഒരു സർവകലാശാലയുടെ കീഴിൽ ചരിത്ര വിഭാഗം നടത്തിയ ഒരു പരിപാടിയിൽ ഉണ്ടായ ഒന്നെന്താണെന്നറിയുമോ? എല്ലാ സമുദായങ്ങളെയും ആ സമുദായങ്ങളുടെയൊക്കെ മാന്യമായ അവസ്ഥ നിലനിർത്തിക്കൊണ്ട് അത് അവരുടെ നിശ്ചല ദൃശ്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ മുസ്ലിമിന്റെ വന്നത് എങ്ങനെയാണെന്നറിയുമോ? താടിയും വട്ടത്തൊപ്പിയും താടിയും വെച്ച രണ്ടുപേരെ പോലീസുകാര് കയ്യാമം വെച്ചു കൊണ്ടുപോകുന്ന ദൃശ്യമാണ് മുസ്ലിം ഉമ്മത്തിന്റെ ദൃശ്യമായി ഇത് നടന്നത്. ഇസ്രായേലിലല്ല, ഇത് നടന്നത് ഇന്ത്യയിലാണ്, ആസാമിലാണ്. ഒന്ന് ആലോചിച്ചു നോക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇനിയെങ്കിലും നമ്മളൊന്ന് ഉറക്കിൽ നിന്ന് ഉണരണ്ടേ? എന്നുവെച്ചാൽ ആരെയും വെക്കിട്ട് കയറാനല്ല, നമ്മുടെ മുമ്പിലേക്ക് ഒരു വലിയ യുദ്ധം വരുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് യുദ്ധം. ആ യുദ്ധം നമ്മൾ ഉപയോഗപ്പെടുത്തണം ശരിയാവണ്ണം. അത് തന്നെയാ പറയാനുള്ളത്. കാരണം ഇനി ഇരുന്നുകൂടാ ഇവരവിടെ, ഇരുത്തിക്കൂടാ ഇവരവിടെ, ഇതിലും അപ്പുറം സംഭവിക്കും. ഞാൻ നേരത്തെ ഒരു പൗരത്വം എന്നുള്ളൊരു വാക്ക് ഞാൻ സൂചിപ്പിച്ചത് വെറുതെയല്ല. വംശീയതയുടെ അങ്ങേയറ്റമാണ് അവിടെ ആ കണ്ടത്. അവർ പറഞ്ഞത് അതാണ്. ഞങ്ങളുടെ വീടുകളിൽ നിന്നാണ് ഞങ്ങളെ പുറത്താക്കുന്നത്, ഞങ്ങളുടെ മക്കളിൽ നിന്നാണ് ഞങ്ങളെ അകറ്റിക്കൊണ്ടുപോകുന്നത് അവർ പറഞ്ഞ അതുകൊണ്ടാണ്. അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറുമ്പോൾ ഈ പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഈ നാളുകളിൽ നന്നായി അള്ളാഹുവിനോട് നമ്മുടെ പിൻതലമുറയുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ഈ നാട്ടിലെ സുഗമമായ സുരക്ഷിതമായ ജീവിതത്തിനും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വെല്ലുവിളികളെയും അതിജയിച്ച് പൂർണ്ണ മുസൽമാന്മാരായി ജീവിച്ച് മരണപ്പെടുവാനുള്ള സർവ്വ സാഹചര്യവും നമുക്കേവർക്കും ഒരുക്കി തരുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسوله الأمين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലക്കും തഷ്കുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തെ ഒരുപാട് സന്നിഗ്ധ ഘട്ടങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു സഹായമാണ് ബദറിൽ അല്ലാഹു നൽകിയ സഹായം. അതിനെക്കുറിച്ചാണ് സൂറത്ത് ആല ഇംറാനിലെ 113 വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹു ബദറിൽ നിങ്ങളെ സഹായിച്ചു, നിങ്ങൾ ദുർബലരായിരുന്നു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ നന്ദി ചെയ്യുന്നവരായി തീർന്നേക്കാം. ഇതാണ് ആ വചനത്തിന്റെ അർത്ഥം. സത്യത്തിൽ ബദറിൽ അള്ളാഹു സഹായിച്ച് വിജയിപ്പിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ പരിശുദ്ധ ഇസ്ലാം ലോകത്തുണ്ടാകുമായിരുന്നില്ല. അതാണ് ബദറിന്റെ വിജയം, അതാണ് ബദറിന്റെ സവിശേഷത. കാരണം എല്ലാ അർത്ഥത്തിലും ഒന്നുമല്ലാത്ത ഒരു വിഭാഗമായിരുന്നു അന്ന് പ്രവാചകനും അനുയായികളും. ആൾബലമില്ല, ആയുധബലമില്ല, മറ്റ് സൗകര്യങ്ങളില്ല. 1000-ഉം 313 തമ്മിലാണ് ഏറ്റുമുട്ടിയത്. അറിയാലോ നമുക്ക് ചരിത്രം, ഞാൻ ചരിത്രത്തിലേക്കേ പോകുന്നില്ല. ആ ഏറ്റുമുട്ടലിൽ ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ പരാജയപ്പെടുത്തി, ഹഖ് ബാത്തിലിനെ പരാജയപ്പെടുത്തി, തൗഹീദ് ശിർക്കിനെ പരാജയപ്പെടുത്തി, നന്മ തിന്മകളെ പരാജയപ്പെടുത്തി. അങ്ങനെ എല്ലാ രൂപത്തിലുമുള്ള ഒരു വലിയ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനും അനുയായികൾക്ക് നൽകിയത് നിമിത്തമാണ് ഈ ഉമ്മത്ത് ഇങ്ങനെ നിലനിന്നു പോകുന്നത്. ആ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക്
ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും, ഓർക്കേണ്ടി വരും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇങ്ങനെ നാം ഇങ്ങനെ ഓരോന്നും എടുത്തു നോക്കിയാൽ ഈ വിജയം റമളാൻ മാസത്തിലാണ്. ഹിജ്റ 2-ാം വർഷമാണ് നോമ്പ് നിർബന്ധമാക്കി നിശ്ചയിച്ചത്. ആ വർഷം തന്നെയാണ് പ്രതിരോധത്തിന് വേണ്ടി അഥവാ തങ്ങൾക്ക് നേരെ വരുന്ന അക്രമങ്ങളെ തടയാൻ വേണ്ടി അനുവാദം നൽകപ്പെട്ട് ഒരു അനുവാദമുണ്ടാകുന്നത്. അങ്ങനെയാണ് ബദർ സംഭവിക്കുന്നത്. ആ ബദറിലെ നബിയും അനുയായികളും പോകുന്നു, വിജയശ്രീലാളിതരായി മടങ്ങി വരുന്നു. 70ഓളം ഖുറൈശികളിലെ പ്രമുഖന്മാർ വധിക്കപ്പെടുന്നു. 70ഓളം പേരെ ബന്ദികളായി പിടിക്കപ്പെടുന്നു. മുസ്ലിം സമൂഹത്തിൽ നിന്ന്, സൈന്യത്തിൽ നിന്ന് 13ഓളം പേര് മാത്രം ഷഹീദാകുന്നു. ഇതൊക്കെ ആ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. എന്തിനാണ് ഈ ചരിത്രം? ഇത് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്താണ് ആ പാഠം? ഈമാന്റെ വിജയം, നിശ്ചയദാർഢ്യതയുടെ വിജയം, തവക്കുലിന്റെ വിജയം. ഈ പറയുന്നത് ഒന്നും നമുക്ക് വേണ്ട വിധത്തിൽ ഇല്ലാതെ പോകുന്നത് കൊണ്ട് എല്ലായിടവും നമ്മൾ ഖിന്നരായി മാറുന്നു, നമ്മൾ പരാജിതരായി മാറുന്നു. ഒരു ആത്മപരിശോധന ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഏതൊക്കെ യുദ്ധങ്ങൾ ഈ മാസത്തിൽ നടന്നിട്ടുണ്ടോ അതിലൊക്കെ വിജയിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ബദർ യുദ്ധത്തിന് വിശുദ്ധ ഖുർആനിൽ വിശേഷിച്ച് 2 സവിശേഷ നാമങ്ങളുണ്ട്. ഒന്ന് യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വിവേചിച്ച ദിവസം. 2 യൗമൽ തഖൽ ജംആൻ, 2 സംഘങ്ങൾ തമ്മിൽ അഭിമുഖീകരിച്ച ദിവസം എന്ന് ഈ ദിവസത്തെക്കുറിച്ച്, ബദറിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ 2 സവിശേഷതകളുണ്ട്. സത്യവും അസത്യവും വിവേചിച്ച ദിവസമാണ് ബദർ. അതുകൊണ്ടാണ് സത്യം നിലക്കൊണ്ട് റസൂലും അനുയായികളും മുന്നോട്ട് പോയത്. പിന്നീട് അസത്യം പല രൂപത്തിൽ മുന്നോട്ട് വന്നിട്ടും അതൊക്കെ പരാജയപ്പെട്ടു പോയത്. ഇങ്ങനെ നടന്ന ഈ റമളാൻ 17-നാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും വ്രതമനുഷ്ഠിച്ചുകൊണ്ടാണ് അടരാടിയത്, വിജയിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാം. ആ അറിവ് ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്കെല്ലാം ആഘോഷമാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ സവിശേഷത എന്തോ ആഘോഷമാക്കുക എന്നുള്ളതാണ്. അപ്പൊ ബദർ നമ്മൾ ആഘോഷിക്കുകയാണ്, ഏതൊക്കെയോ പേര് വെച്ചുകൊണ്ട് ആഘോഷിക്കുകയാണ്. ഇസ്ലാമികമായി യാതൊരു പിന്തുണയുമില്ലാത്ത കാര്യം, എവിടെയും കൊണ്ടുപോയി നമുക്കൊരു തെളിവ് അന്വേഷിച്ചാൽ കിട്ടാത്ത കാര്യം. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. റമളാൻ 17 ആകുമ്പോൾ ആ ആഘോഷമല്ല നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. മറിച്ച് പ്രവാചകനും അനുയായികളും പട്ടിണി കിടന്നുകൊണ്ട് അടരാടി നേടിയെടുത്ത നമ്മുടെ ഇസ്ലാമിന്റെ സന്ദേശത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചും അത് ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ആ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള മാർഗങ്ങളെക്കുറിച്ചും ആലോചിക്കുന്നതിന് പകരം ആഘോഷിച്ചും തിന്നും ബദരീങ്ങൾ അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുവെങ്കിൽ നമ്മൾ ബദരീങ്ങളോടേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നുള്ള സാക്ഷ്യത്തോടുകൂടി നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും വിചിന്തനത്തിന് വിധേയമാക്കുകയും ചെയ്യുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. ബദരീങ്ങളെ സ്നേഹിക്കാതെ അവരെ പിൻപറ്റാതെ നമുക്ക് ആർക്കും വിശ്വാസികളാകാൻ കഴിയില്ല. ഇതിൽ 2 അഭിപ്രായമില്ല. പക്ഷേ അവരെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൂടാ. അതിലേക്കാണ് നാം ഈ ആഘോഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിശദീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ വേണ്ടാത്തതിൽ നാം അകന്നു നിൽക്കുക. ചെയ്യാൻ പറഞ്ഞത് തന്നെ ചെയ്യാൻ എമ്പാടുമുണ്ട് നമുക്ക്. അതുപോലും ചെയ്യാതെ വേണ്ടാത്തതിന്റെ പിന്നാലെ പരക്കം പായാതെ അകന്നു നിൽക്കുക. അനാചാരങ്ങളിൽ നിന്നും വിദേഹത്തുകളിൽ നിന്നും നബിയോ സഹാബത്തോ ഖുലഫാഉർ റാഷിദോ ഒന്നും മാതൃക കാണിക്കാത്ത ഏറ്റവും വലിയ വദരിയാണ് മുഹമ്മദ് നബി. അതിന്റെ തൊട്ടടുത്ത കാറ്റഗറിയിൽ വരും ഖലീഫമാർ. അവർക്കാർക്കും ഇല്ലാത്ത ഒരു വദരീങ്ങളുടെ സ്നേഹം അവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ആഘോഷിച്ചുകൊണ്ട് നടത്തേണ്ട ആവശ്യം ഈ ഉമ്മത്തിന് ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകേണ്ടത്. കാര്യങ്ങളെ കാര്യങ്ങളായി, വസ്തുതകളെ വസ്തുതകളായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി വേണ്ടാത്തതിനെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തി അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരാകുന്ന സ്വഭാവങ്ങൾ സ്വാംശീകരിച്ച് ഏറ്റവും നല്ല വിശ്വാസികളായി തീരാൻ നാം പ്രതിജ്ഞയെടുക്കേണ്ട നാളുകളാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻ നടത്തും. ഇന്ന് നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങൾ പ്രാരാബ്ധത്തോടും ബുദ്ധിമുട്ടോടും കൂടി നടന്നുകൊണ്ടിരിക്കുന്ന മദ്രസകൾ, പള്ളികൾ, അറബിക് കോളേജുകൾ തുടങ്ങി പലതും
അതിനുവേണ്ടിയുള്ള ഒരു ഫണ്ട് സമാഹരണമാണ്. കഴിവിന്റെ പരമാവധി ദീനീ മാർഗത്തിലുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഫീ സബീലിലുള്ള കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിവിന്റെ പരമാവധി അതുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്തപ്പോൾ കഴിവിന്റെ പരമാവധി നിങ്ങൾ എല്ലാവരും സഹകരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. അത് നിമിത്തം എല്ലാവിധ ആപത്തുകളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു അകറ്റിക്കൊടുക്കുമാറാകട്ടെ. പലതരത്തിലുള്ള ആക്സിഡന്റുകൾക്കും മറ്റും വിധേയരായി ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം പ്രയാസങ്ങളെ അകറ്റിക്കെടുക്കുകയും പൂർണ്ണ സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അങ്ങനെയുള്ള ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബാദികളെയും എന്നും എപ്പോഴും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر اخواننا المجاهدين في فلسطين يا ارحم الراحمين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اغفر لنا وارحمنا وارض عنا وتقبل منا وادخلنا الجنة يا رب العالمين ونجنا من النار يا ارحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.